നാം യുദ്ധകളത്തിലാണ് നിൽക്കുന്നത്. We are in a battlefield. ആ മുൻപിലേക്ക് എത്തുന്തോറും ശത്രു വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. If you go forward, enemies will come against us more. നമ്മുടെ സൗകര്യം നോക്കിയൊന്നുമല്ല പിശാച് അറ്റാക്ക് ചെയ്യുന്നത്. Devil will not attack us, knowing our situation. എപ്പോൾ ബലഹീനപ്പെടുന്നു അപ്പോഴാണ് അവൻ ആയുധം എറിയുന്നത്. When we are weak, this devil will attack us. പലപ്പോഴും പിശാചിന്റെ ആ യുദ്ധത്താൽ നമുക്ക് മുറിവേൽക്കും. And many often times, because of the devil, we are being wounded. ഞാൻ ഒരിക്കലൊരു സ്ഥലത്തായിരിക്കുമ്പോൾ Once upon a time when I was in a particular place, ശരീരത്തിൽ ഈ വെളുത്ത പാണ്ഡുരോഗങ്ങൾ വന്നു. there was a white scratches in my body. ഒരു വിഷയത്തിനായി പ്രാർത്ഥിച്ച് ഒരു കാര്യത്തിൽ സാത്താനോടുള്ള ഉണ്ടായ യുദ്ധമാണ്. And when I was praying for a particular thing, and there was a strife against devil. ഭൂമിയിൽ ഏറ്റവും അധികം ഭയപ്പെട്ട രോഗമായിരുന്നു. And that was a great sickness which I feared. അത് ആദ്യം ഒരു ചെറിയ പാടുപോലെ വന്നു. It was a small scratch. അപ്പൊ ഞാൻ പറഞ്ഞു, സാത്താനെ എനിക്ക് പേടിയില്ല. And I told devil I doesn't fear. സായിപ്പിനെ പോലെ വെളുത്തോട്ടെ, ഞാൻ ഇംഗ്ലീഷ് പഠിച്ചോളാം, പ്രശ്നം തീർന്നല്ലോ. If I become like an Englishman, let him be white. പക്ഷേ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ശരീരത്തിൽ പലയിടങ്ങളിലുമായി. But after few days it has been happening in many parts of my body. ഉള്ളം വിറച്ചുപോയി. And my mind got trembled. ഞാൻ ഇത് ആരോടും പറഞ്ഞില്ല. I doesn't share to ഒരു anybody. അർദ്ധരാത്രിയായപ്പോൾ One midnight, ഞാൻ ഫെയ്ത്തോവിൽ കൈച്ചുവായിൽ കമന്നു കിടന്നു കരഞ്ഞു. and in my faith home I was praying in my carpet. ഈ രോഗം പെട്ടെന്ന് നിമിഷം കഴിയുന്തോറും എന്നെ അറ്റാക്ക് ചെയ്യുക. And this particular sickness was attacking ഞാൻ me. കൂടെ ഉള്ളവരോട് പോലും പറഞ്ഞില്ല. And I was not sharing this to my co-workers. ഞാൻ രാത്രിയിൽ കരഞ്ഞുകൊണ്ടിരുന്നു. At night I was weeping. പെട്ടെന്ന് ഞാൻ ഉറങ്ങിപ്പോയി. And I slept. അപ്പോൾ ഞാൻ പാസ്റ്റർ ജെ ശാമുവലിനെ കണ്ടു. And I saw Pastor J. Shamuel. അദ്ദേഹം എവിടെയോ പ്രസംഗിച്ചിട്ട് പോവുകയാണ്. And he is going after a message. അപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിലും കാലിലും ഒക്കെ പാണ്ഡുരോഗം ഞാൻ കണ്ടു. And I saw great such sickness in his hands and legs. അദ്ദേഹത്തിന്റെ കാലിൽ അങ്ങനെയുള്ള പാടുകളുണ്ട്. And there was such things in his legs. ഞാൻ ചോദിച്ചു, അപ്പച്ചാ ഇത് എങ്ങനെ സംഭവിച്ചതാണ്? I asked him, how you happened this? അപ്പോൾ എന്നോട് അദ്ദേഹം പറയുകയാണ്. And he spoken to me. ഞാൻ തൂത്തുക്കുടിയിലായിരിക്കുമ്പോൾ When I was in Thoothukudi, ഞാനൊരു പിശാചിനോട് യുദ്ധം ചെയ്തു. I was striving against a devil. ആ യുദ്ധത്തിൽ എനിക്കേറ്റ മുറിവിന്റെ പാടുകളാണ്. And these are the patches which I have undergone in ഞാൻ this ചോദിച്ചു, battle. എനിക്കെങ്ങനെയാണ് ഇതുണ്ടായത്? And I was asking why it happened അപ്പോൾ to me. ആ സംഭവം എന്നെ ഓർമ്മപ്പെടുത്തി. And at that time, one particular incident I got remembered. സംഭവമാണ് ഈ മുറിവ് വരുത്തിയത്. And I got remembered of a particular incident. ഞാൻ ചോദിച്ചു, എന്ത് ചെയ്യണം? And I asked what I should do. തേളുകളെയും സാത്താന്റെ സർവായുധ വർഗത്തെയും ചവിട്ടുവാൻ യേശുവല്ലേ അധികാരം തന്നത്? Jesus has given you power and authority to tread upon all adder and serpents. നീ എഴുന്നേറ്റ് സാത്താനെ ശാസിക്കുക. You rise up and rebuke the devil. ഞാൻ രാത്രി മുഴുവൻ സാത്താനെ ശാസിച്ചുകൊണ്ടിരുന്നു. And the whole night I was rebuking the devil. 2 ദിവസത്തിനുള്ളിൽ ആ രോഗം എന്നെ വിട്ടുപോയി. Within 2 days that sickness flee from my body. ദൈവ പൈതലേ, Oh dear child of God, നീ ഇപ്പോൾ യുദ്ധകളത്തിലാണ് നിൽക്കുന്നത്. you are standing in such a battlefield. ഇസ്രായേൽ രാജാക്കന്മാർ മുറിവേറ്റതുപോലെ As many kings of Israel has been wounded. ഒരുപക്ഷേ യുദ്ധത്താൽ നീ മുറിവേറ്റേക്കാം. You might have been wounded because of the warfare. എന്നാൽ നിന്റെ മുറി കെട്ടുവാൻ യേശു നിന്റെ അടുക്കലുണ്ട്. But your Jesus is beside you to bind you all your wounds. ആ മുറിവോടുകൂടെ നിന്നെ ആ ക്യാപ്റ്റൻ തള്ളിക്കളയത്തില്ല. Your captain shall not forsake you with your wounds. അവൻ നിന്നോട് കൂടെയുണ്ട്. He is with you. ആ യുദ്ധത്തിലേറ്റ മുറിവുകൾ യേശു എനിക്ക് കെട്ടിത്തരും. Yes, Jesus will bind all my wounds happen because of my warfare. ദൈവമക്കൾ അത് വിശ്വസിക്കുന്നു? How many children of God believe it? വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Blessed be the holy name of our Lord. അപ്പോൾ ഒരുപക്ഷേ യുദ്ധത്തിൽ നമുക്കേറ്റ മുറിവുകളായിരിക്കാം. So secondly, we might have been wounded because of a war. ആ മുറിവ് ചുമന്ന് നിങ്ങൾ നടക്കരുത്. You should not carry that wound and go here ആ and there. മുറിവ് പിന്നീട് നമുക്ക് വ്രണമായി തീരും. That wound will become a boil for you. പലർക്കും ആഴത്തിൽ മുറിവേറ്റ മനുഷ്യരുണ്ട്. Many of people has been wounded very deeply. ആ മുറിവ് തക്ക സമയത്ത് നാം കണ്ടെത്തി സംരക്ഷിച്ചില്ലെങ്കിൽ At the right time, we should find that that boil, and we should do the healing. ഒടുവിൽ അതൊരു വ്രണമായി മാറും. After that, it will be a great boil for പിന്നെ us. നാം ഏറെ ദുഃഖിക്കേണ്ടി വരും. And afterwards, we have to live in great ദൈവത്തിന് agony. മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. ഇനി അടുത്ത ഭാഗത്തേക്ക് നാം പോകുമ്പോൾ
When we go to the next part, ഒരിക്കൽ യേശുവിനോട് ഒരുവൻ ചോദിച്ചു, once upon a time, one asked Jesus, ഗുരു, ആരാണ് നല്ല സ്നേഹിതൻ? "Oh, my master, who is my good ഉടനെ friend?" നല്ലവനായ ഗുരു ഒരു നല്ല ഉപമ പറഞ്ഞു. That good master has told a good parable. യേശു രണ്ട് പട്ടണങ്ങളെ ചേർത്തുകൊണ്ട് പറയുക, Jesus was telling a parable comparing two towns. ഒരിക്കൽ ഒരു മനുഷ്യൻ യെരൂശലേമിൽ എരികോവിലേക്ക് പോയി. A certain man once went down from Jerusalem to അവൻ Jericho. ഒരു കാലത്ത് സമാധാന നഗരത്തിൽ പാർത്തവനായിരുന്നു. Once upon a time he was dwelling in the peaceful city എന്നാൽ Jerusalem. ഇപ്പോൾ അവൻ എരികോവിലേക്ക് പോയി. But now he is going to Jericho. എരികോവ് ശപിക്കപ്പെട്ട പട്ടണമാണ്. Jericho is a cursed city. ആ എരികോവിലേക്ക് അവൻ പോയി. He is going to Jericho. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വരുമ്പോൾ When we come to book of Luke, യേശു പറയുന്ന ഉപമ നമുക്ക് കാണാം. we can see a parable which Jesus is ഒരു telling മനുഷ്യൻ there. എരുശലേമിൽ നിന്ന് എരികോവിലേക്ക് പോയി. A certain man went down from Jerusalem അവൻ to Jericho. എരികോവ് വരെ എത്തിയില്ല. He does not reach Jericho. വഴിയിൽ വെച്ച് കള്ളന്മാർ അവനെ പിടിച്ചു. On the way, many thieves fell upon him. ആ കള്ളന്മാർ അവനെ അടിച്ചു. They have binded him. കള്ളന്മാർ അവനെ മുറിവേൽപ്പിച്ചു. They have striped and they have given him അവൻ wounds. ആഴത്തിൽ മുറിവേച്ചു പോയി. He got deep wounds. ഈ മുറിവ് എന്തിനെ കാണിക്കുകയാണ്? What does this wound show? നമ്മുടെ ആത്മീയ ജീവിതത്തിലെ പിന്മാറ്റത്തെ കാണിക്കുകയാണ്. This shows our spiritual backsliding. ആ നീ പിന്മാറ്റത്താൽ മുറിവേറ്റവനാണോ? You may be wounded because of your backsliding and ഇതാ state. യെരൂശലേം വിട്ട് എരികോവിലേക്ക് പോയി. He is going from Jerusalem to Jericho. ആ ശപിക്കപ്പെട്ട പട്ടണത്തിലേക്ക് പോയപ്പോൾ When he has gone to that cursed city, യാത്രമധ്യേ അവൻ മുറിവേൽക്കുക. on the way he has been wounded. കള്ളൻ അവനെ അടിച്ച് മുറിവേൽപ്പിച്ച് അർത്ഥപ്രാണനും അർത്ഥനാഥനുമായിട്ട് പോയി. The thief has smitten him and stripped his raiment and departed, leaving half dead. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to God. അവിടെ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വരുമ്പോൾ When we come to the Gospel of Luke, യേശു പറയുന്ന വാക്കുകളെ കാണാം. we can see the words which Jesus had uttered. 10 13 വാക്യം. When we see chapter 10 verse 30, 30 വാക്യം. ദൈവത്തിന് chapter 10 verse മഹത്വമുണ്ടാകട്ടെ. 30. ഒരു മനുഷ്യൻ യെരൂശലേമിൽ നിന്ന് എരികോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവർ അവനെ വസ്ത്രമഴിച്ച് മുറിവേൽപ്പിച്ചു അർത്ഥപ്രാണനായി വിട്ടയച്ചു പോയി. ആ വഴിയായി എതിർത്ത് ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to God. ഇതാ യെരൂശലേമിൽ നിന്ന് എരികോവിലേക്ക് പോയവൻ ഏറ്റ മുറിവ്. And this is the wound which happened to a man who has gone from Jerusalem to Jericho. അവൻ മുറിവേറ്റവൻ മാത്രമല്ല, He was not only wounded, അവൻ അർത്ഥപ്രാണനും അർത്ഥനഗ്നനുമായി പോയി. he was half naked and half dead. അവൻ ഒരു കാലത്ത് യെരൂശലേമിൽ സമാധാനത്തിന്റെ നഗരത്തിൽ പാർത്തവനായി. Once upon a time he was dwelling in Jerusalem, which was a peaceful city. എന്നാൽ അവൻ അവിടെ നിന്ന് നേരെ എരികോവിലേക്ക് പോയി. Now he is going on his way to Jericho. എരികോവ് വരെ അവൻ എത്തിയില്ല. He has not reached Jericho. എത്തുന്നതിന് മുൻപേ കള്ളന്മാർ അവനെ മുറിപ്പെടുത്തി. Before reaching Jericho, this thieves has wounded him. ഇതാണ് പിന്മാറ്റത്താൽ നമുക്കുണ്ടാകുന്ന മുറിവ്. This is the wound which will happen because of backsliding. എത്രയോ പേരിങ്ങനെ മുറിവേറ്റ മനുഷ്യരാണ്. How much? So many dear ones has been wounded likewise. ചില ദിവസങ്ങൾക്ക് മുൻപേ ഞാൻ ഒരു വ്യക്തിയെ കണ്ടു. And before certain days, I met one ഏറിയ person. കാലം നമ്മുടെ വിശ്വാസിയായി ജനിച്ചു വളർന്ന ആളായിരുന്നു. And he was a person who was born and brought up in a same faith. ചില കാലം മുൻപ് നമ്മുടെ ഒരു മുതിർന്ന പാസ്റ്ററോടുകൂടെ ആയിരുന്നു. And he was along with one of our senior pastor before. എന്നാൽ തന്റെ ജീവിതം എല്ലാം തകർന്നുപോയി. But afterwards, his life has തന്റെ broken. കുടുംബം തകർന്നുപോയി. His family was തന്റെ broken. ജോലി നഷ്ടപ്പെട്ടു പോയി. He lost his job. താൻ കഠിനമായ രോഗത്തിന് അടിമപ്പെട്ടു. He was under severe ആ sickness. മനോവേദനയോടെ ചില ദിവസങ്ങൾക്ക് മുൻപ് അദ്ദേഹം ഫെയ്ത്തോമിലേക്ക് വന്നു. And with great mental agony, he came to Faith Home certain days അദ്ദേഹം before. കുറെ ദിവസമായി ഫോൺ ചെയ്ത് എനിക്കൊരു 5 നിമിഷം സംസാരിക്കാൻ സമയം തരാമോ എന്ന് ചോദിച്ചുകൊണ്ടേയിരുന്നു. And before that, he was keeping on telephone me, asking me certain time. അപ്പൊ ഞാൻ പറഞ്ഞു വന്നാട്ടെ, എന്ത് കാര്യവും സംസാരിക്കാം. I told, you can come and we can speak of any ആ matter. മനുഷ്യൻ പറയുന്നത് കേട്ടാൽ നമ്മുടെ ഉള്ള ഉരുകി പോകും. And if you hear the words of that person, എന്റെ ജീവിതം ആകെ
തകർന്നുപോയി. His total life was broken. കുടുംബം തകർന്നുപോയി. His family was broken. തന്റെ മക്കൾ അനാഥപ്പെട്ടുപോയി. His children were orphaned. തന്റെ മനസ്സാക്ഷിയിൽ മുറിവേറ്റു. He has great wound in his തന്നെ conscience. സഹായിപ്പാൻ ആർക്കും സാധ്യമല്ല. Nobody can help him. താൻ എന്നോട് തന്റെ ആരംഭം പറയുകയാണ്. And he is telling his initial stages. അടയാർ ഫെയ്ത്തോമിൽ പാസ്റ്റർ വെസ്ലി അച്ഛനോടുകൂടെ ഞാൻ താമസിച്ചിട്ടുണ്ട്. I was residing with Pastor Wesley in Adaya Center Faith Home. പാസ്റ്റർ എം ജി തോമസിനോടുകൂടെ ഞാൻ താമസിച്ചിട്ടുണ്ട്. I was staying with Pastor M.G. Thomas. ഞാൻ അനേക വിശുദ്ധന്മാരോടുകൂടെ ദൈവത്തിന്റെ വീട്ടിൽ പാർത്തിട്ടുണ്ട്. I was dwelling with many saints of God in the house of God. എന്നാൽ എനിക്കെല്ലാം നഷ്ടപ്പെട്ടു പോയി. But I lost all such experiences. എന്റെ മനസ്സിൽ ആഴത്തിൽ മുറിവേച്ചു. I has been wounded. പ്രിയ ദൈവ പൈതലേ, Oh dear child of God. ഒരുപക്ഷെ ഇന്ന് രാത്രി നിന്റെ അവസ്ഥയും ഇത് തന്നെയായിരിക്കാം. Tonight your state should be similar. നീ യെരൂശലേം വിട്ട് ദൂരദേശത്ത് പോയേക്കാം. If you are going far away from Jerusalem, ഇതാ ദുഷ്ടൻ നിന്റെ ഹൃദയത്തിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ചേക്കാം. the wicked has given a great wound in your heart. നീ അർത്ഥപ്രാണനും അർത്ഥനന്ദനുമായി ഞെരുങ്ങിക്കൊണ്ടിരുന്നേക്കാം. You might be half naked and half dead state. ഇല്ല, നിന്നെ സഹായിപ്പാൻ ആർക്കും സാധ്യമല്ല. Yes, nobody can help you in this matter. നിന്നെ സഹായിപ്പാൻ ആർക്കും സാധ്യമല്ല. No, nobody can help you in this state. യേശു പറയുകയാണ്, Jesus says, അവിടേക്ക് ഒരു ലേവ്യൻ പോയി. a particular Levite ആ has gone there. ലേവ്യൻ ചെന്നാൽ എന്ത് ചെയ്യും? What does the Levite do? ലേവ്യൻ ചോദിക്കുകയാണ്, He has asked. സിംഗിത, നീ എന്തിനാണ് യെരൂശലേം വിട്ടു പോയത്? And he is asking, friend, why you have been gone from Jerusalem? യെരൂശലേമിൽ പാർത്താൽ പോരായിരുന്നോ? You could have stayed in Jerusalem നീ itself. എന്തിനാണ് യെരൂശലേം വിട്ടു പോയത്? Why you left Jerusalem? ഇപ്പോൾ നിനക്ക് അസംഖ്യം മുറിവേറ്റിരിക്കുന്നു. You have numberless wounds now. ആ മുറിവുകൾ എത്ര മുറിവുകൾ ഉണ്ടെന്ന് പറയും. You tell, he will tell all his wounds. അവന്റെ നഷ്ടങ്ങളെ കുറിച്ച് പറയുക. He will tell all the lost things. അവന്റെ പരാജയത്തെ കുറിച്ച് പറയുക. This Levite will tell all your failures. ഇത് മാത്രമേ ലേവിനെ കൊണ്ട് കഴിയൂ. A Levite can do all such things. ഇതിന് പിന്നാലെ ഒരു പുരോഹിതൻ പോകുക. And after that one priest passed by. ആ പുരോഹിതൻ ചെന്നാൽ എന്തു പറയും? And that certain priest, what അയ്യോ, he said, നിനക്കിങ്ങനെ മുറിവേച്ചോ? oh, how this happened to ഈ you? മുറിവ് നിനക്ക് സംഭവിച്ചുവോ? How this has happened? നിന്റെ തലയിലൊരു മുറിവുണ്ട്. There is a wound in your head. ഇതിന് നീ ഒരു പാപയാഗം കഴിക്കണം. You have to do a sin offering for that. നിന്റെ മുതുകത്തൊരു മുറിവുണ്ട്. There is a wound in your back. അതിനൊരു പാനീയാഗം കഴിക്കണം. You should do a drink offering അവൻ for that. ചെയ്യേണ്ട യാഗങ്ങളുടെ നിര പറയുകയാണ്. And he will utter all the offerings which he has to ഇതിനപ്പുറം do. ലേവ്യനോ പുരോഹിതനോ അവനെ സഹായിക്കാൻ ഒക്കത്തില്ല. That means a Levite or a priest cannot help him. എന്നാൽ ഇപ്പോൾ ഒരു ശമരിയാക്കാരൻ അതിലെ പോകുകയാണ്. But a certain Samaritan is passing by. അവന് പാരമ്പര്യമില്ല. He doesn't have any historical background. അവനൊരു ഔദ്യോഗിക സ്ഥാനമില്ല. He does not have any official അവൻ state. സമൂഹം അംഗീകരിക്കപ്പെട്ട ഒരു പുരോഹിതനല്ല. He is not a priest who is എന്നാൽ അവനൊരു ശമരിയാക്കാരനാണ്. but he is a certain Samaritan. ആ ശമരിയൻ അവന്റെ അടുക്കലേക്ക് പോയി. This particular Samaritan is gone near him. അവനെ കണ്ടുടനെ അവനോട് കരുണ തോന്നി. Yes, he has showed compassion to him. തന്റെ വാഹന മൃഗത്തിൽ നിന്നിറങ്ങി He came down from his beast. അവന്റെ അടുക്കൽ ചെന്നു. He came near him. അവന്റെ മുറിവുകളെ എല്ലാം കെട്ടി. He bound up his wounds. ആ മുറിവ് കെട്ടുമ്പോൾ While binding his wounds, അവന് വേദനയുണ്ടായി. there is pain. അവൻ വേദനപ്പെടുകയാണ്. He is having pain. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? What he has done? വേദന അറിയാൻ അവന് കുറച്ച് വീഞ്ഞ് അങ്ങോട്ട് കൊടുത്തു. And in order to forget his pain, he has given little wine. താൻ കുടിക്കേണ്ട വീഞ്ഞാണ് ഈ മുറിവേച്ചവന് കൊടുത്തത്. He has given the wine which he should drink. തന്റെ ശരീരത്ത് പുരട്ടേണ്ട എണ്ണയാണ് ഇവന്റെ മുറിവിൽ ഒഴിച്ചത്. And he has poured some oil which he has to pour upon ഈ his body. ശമരിയക്കാരി 2 വസ്ത്രം ധരിക്കും. This Samaritan usually takes 2 raiment. ഒന്ന് അവരൊരു വലിയ നീലക്കുപ്പായം ധരിക്കും. One, there is a great long robe. 2 അവരൊരു പുതപ്പ് പുതയ്ക്കും. One, that second is he ഈ is wearing a cloth. ശമരിയക്കാരൻ ഇവനെ കണ്ടപ്പോൾ When this particular Samaritan has seen him, ഇവന്റെ അടുക്കൽ ചെല്ലുകയാണ്. and he came nigh unto him, ഇവന്റെ അടുക്കൽ ചെന്നിട്ട് and he came to him. അവനോട് കരുണ തോന്നി. He showed him അവനോട് compassion. ഭയങ്കരമായി കരുണ തോന്നി. He showed great compassion. പെട്ടെന്ന് അവന്റെ മുറിവുകളെ എല്ലാം കെട്ടി. And
very soon he has അവന്റെ binded all his wounds. മുറിവിലേക്ക് എണ്ണ ഒഴിച്ചു. He poured much oil in his wound. അവന്റെ മുറിവിന്റെ വേദന അറിയാൻ അവന് വീഞ്ഞു കൊടുത്തു. In order to forget his pain, he has given wine. അവന്റെ വസ്ത്രം കീറി അവന്റെ മുറിവുകളെ കെട്ടി. He has teared his own garment and bound all his wounds. ബാക്കി വസ്ത്രം കൊണ്ട് അവന്റെ നഗ്നതയെ മറച്ചു. And because by his remaining garment, അവൻ തന്റെ കരുണയുടെ കരം കൊണ്ട് അവനെ എടുത്തു. and by his compassionate hands he took him. അവന്റെ വാഹന മൃഗത്തിൽ കയറ്റി. He has lifted up and kept him on his beast. അവനെ സത്രത്തിലേക്ക് കൊണ്ടുപോയി. He has taken to the inn. അവന് വേണ്ടി 2 വെള്ളി നാണയം കൊടുത്തു. He has given 2 pence. ഒരു ദിവസം മടങ്ങി വരുമെന്ന് അവന് വാഗ്ദത്തം കൊടുത്തു. He has given that promise, one day I will return. പ്രിയ ദൈവ പൈതലേ, Oh dear child of God, നീ യെരൂശലേം വിട്ട് എരിയോവിലേക്ക് പോയോ? if you has gone from Jerusalem to Jericho, കള്ളന്മാർ അടിച്ചു നിന്നെ മുറിവേൽപ്പിച്ചുവോ? this thief has smitten you. ന്യായപ്രമാണത്തിന് നിന്നെ സഹായിപ്പാൻ സാധ്യമല്ല. Yes, the law could not heal you. പൗരോഹിത്യത്തിന് നിന്നെ സഹായിപ്പാൻ സാധ്യമല്ല. Yes, the priesthood could not heal you. എന്നാൽ നിന്നെ സഹായിപ്പാൻ കഴിയുന്ന ഒരു ശമര്യനുണ്ട്. There is a certain Samaritan who can help ആ you. ശമര്യൻ നമ്മുടെ കർത്താവായ യേശുവാണ്. That certain Samaritan is our Lord Jesus. ഇന്ന് രാത്രി യേശു നിന്റെ അടുക്കൽ നിൽക്കുന്നു. Tonight your Lord Jesus is beside you. നിന്റെ മുറിവേറ്റ ഹൃദയത്തെ അവൻ കെട്ടിത്തരും. He is binding your wounded heart. അവന്റെ കരുണയുടെ കരം കൊണ്ട് നിന്നെ താങ്ങിയെടുക്കും. He will lift by his compassionate heart. നിന്നെ സത്രത്തിലേക്ക് കൊണ്ടുപോകും. He will take you into that particular നിനക്ക് inn. വേണ്ടി ഇടുവിൽ നിൽക്കും. He will stand for you in the ആ gap. യേശു പറയുന്നു, Jesus told, എന്റെ അടുക്കൽ വരുന്ന ആരെയും those who come before me, ഞാൻ ഒരിക്കലും തള്ളിക്കളയത്തില്ല. I shall not cast him before നീ you. ഏത് മുറിവേറ്റ മനുഷ്യനാണ്? Whoever you should be wounded. ദൈവത്താൽ മുറിവേറ്റ മനുഷ്യനാണോ? You may be wounded by God. ആ മുറിവെല്ലാം നിന്റെ നന്മയ്ക്കാണ്. For all such wound is for your ആ goodness. മുറിവുകൾ നിന്നെ തേജസ്സിലേക്ക് നടത്തും. All your wounds will lead you to നീ glory. സാത്താനോടുള്ള യുദ്ധത്തിൽ മുറിവേറ്റവനാണോ? You have been wounded by Satan in the warfare. Yes, നിനക്ക് വേണ്ടി ആ ക്യാപ്റ്റൻ ഉത്തരവാദിയായിരുന്നു കൊള്ളും. Yes, this captain is responsible for your അവൻ grief. ചതഞ്ഞ ഓട ഒടിക്കത്തില്ല. He shall not destroy the broken reed. പുകയുന്ന തിരി കെടുത്തത്തില്ല. He shall not quench the smoking flax. സകല മനുഷ്യനെ നിന്നെ തള്ളിക്കളഞ്ഞാൽ All people may forsake you. നിന്റെ ദൈവം നിന്നെ തള്ളിക്കളയത്തില്ല. Your God, your Lord shall not forsake you. നിന്നെ ഉയർത്തിയത് ദൈവമാണ്. Your God only has quickened you. നിന്നെ താഴ്ത്തിയത് ദൈവമാണ്. Your God has made a low stay for you. സമൃദ്ധിയിൽ കൊണ്ടുവന്നത് ദൈവമാണ്. Lord has brought you into prosperity. നിന്നെ ദാരിദ്ര്യത്തിലേക്ക് നടത്തിയതും ദൈവമാണ്. Yes, the Lord only has led you to poverty. സാത്താൻ നിന്റെ തലമുടിനാരെ പോലും തൊടത്തില്ല. Satan cannot even touch your നീ hair. ഉറപ്പോടെ വിശ്വസിക്കുക. You believe and courageously. എങ്ങനെയുള്ള മുറിവാണ് നീ ഏറ്റിരിക്കുന്നത്? What type of wound you has been? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. ഞാൻ ചില നാളുകൾക്ക് മുമ്പ് ഒരു ദർശനം കണ്ടു. Certain days before, I saw a vision. ഞാനന്ന് പറവൂരായിരുന്നു ഇരുന്നത്. At that time I was in Paravur. ഇപ്പോൾ ഭയങ്കരമായൊരു യുദ്ധം നടക്കുകയാണ്. And there was a great war. ഭയങ്കരമായൊരു യുദ്ധം നടക്കും. There was a great war going on. ആയിരങ്ങൾ ഇങ്ങനെ വെട്ടേറ്റ് വീണുകൊണ്ടിരിക്കുകയാണ്. Thousands were being smitten ആ and being falling പ്രഗത്ഭരായ down. അനേക പാസ്റ്റർമാർ വെട്ടി വീഴ്ത്തി പിശാചിനെ വീഴ്ത്തുകയാണ്. And many saints of God, great pastors, is smiting great people of devil. എനിക്കറിവുള്ളവരും എനിക്ക് മുൻപേ മരിച്ചു മൺമറഞ്ഞ അനേക വിശുദ്ധന്മാരുണ്ട്. Many saints of God, those who are gone before me. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. അനേക വിശുദ്ധന്മാർ യുദ്ധം ചെയ്യുകയാണ്. Many saints of God are fighting അപ്പൊ this ഞാൻ battle. ഒരു വാളുമായി യുദ്ധകളത്തിൽ ഓടിയെത്തി. And I am running off with a sword to this അപ്പോൾ നമ്മുടെ battlefield. പരേതനായ പാസ്റ്റേസിയപ്പച്ചനെ ഞാൻ കണ്ടു. And I have seen our late pastor, Pastor A.C. അദ്ദേഹം Thomas. പെട്ടെന്ന് എന്റെ അടുക്കൽ വന്നിട്ട് And Appachan came near to me. എന്റെ കയ്യിൽ നിന്ന് വാളങ്ങു വാങ്ങി. He has taken the sword from my hand. അതിനുശേഷം റെഡ് ക്രോസിന്റെ ഒരു ബോക്സ് എനിക്ക് തന്നു. And he has given me a box of Red Cross. എന്നോട് പറയുകയാണ്, And he is telling me, മോൻ അതിവേഗം ഓടിപ്പോയി. and you have to go fast. ഈ പാളയത്തിൽ അനേകർ മുറിവേറ്റിരിക്കുന്നു. There are many wounded people in this camp. അനേകർ വെട്ടേറ്റ് മുറിവേറ്റിരിക്കുന്നു. Many people has been wounded in this camp. പോയി അവരുടെ മുറിവുകളെയെല്ലാം കെട്ടുവേ. You go and heal and bind all these wounds. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Oh, glory be to God. അന്ന് എനിക്ക് മനസ്സിലായി, That day I know. നമ്മുടെ സൈന്യത്തിന്റെ അധിപൻ മുറിവുകളെ കെട്ടുന്നവനാണ്. Yes, our captain of the host ഇന്ന് is one രാത്രി binding our
രാത്രി wounds. നീ ധൈര്യത്തോടെ പറയുവേ, Tonight you confess boldly. എന്റെ യേശു ജീവിക്കുന്നു, Yes, my Jesus liveth. അതുകൊണ്ട് ഞാനും ജീവിക്കുന്നു. Thereby I too liveth. പറയുവാൻ ധൈര്യമുള്ളവർ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാൽ Those who can confess strongly can lift up your hands. സൈന്യത്തിന്റെ അധിപതിയായ യേശുവിനെ ആത്മാവിൽ കണ്ടാൽ You see the captain of our host, Jesus in അവൻ spirit. സൈന്യത്തിന്റെ അധിപതിയാൽ He is the captain of our host. യുദ്ധത്തിൽ മുറിവേറ്റ മുറിവുകളെ കെട്ടിത്തരും. He will bind all your wounds in warfare. അവൻ നല്ല ശമരിയക്കാരനാണ്. He is your good Samaritan. അവൻ പിന്മാറ്റത്തിന്റെ മുറിവുകളെ കെട്ടിത്തരും. He will heal all your wounded state of accident. വിശ്വാസത്തോടെ പറയുവേ, You confess with faith. യേശുവേ, Oh my Jesus, നീയാണ് എന്റെ സൈനാധിപൻ, you are the captain of my host. നീയാണ് എന്റെ ശമരിയക്കാരൻ, You are my good Samaritan. നീ ജീവിക്കുന്നു, You liveth. അതുകൊണ്ട് ഞാനും ജീവിക്കുന്നു. Therefore I too liveth. വിശ്വാസത്തോടെ ശക്തിയായിട്ടൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. Hallelujah. അപ്പോൾ നമുക്ക് പിന്മാറ്റത്തിന്റെ മുറിവായിരിക്കാം. So there will be wounds of our backsliding. ആ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. So it can happen to our life. ഞാൻ ആ ദർശനം കണ്ട ശേഷം After I saw that vision, ഞാൻ പലപ്പോഴും ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ and many times often as I preach, പലരുടെയും കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ വെച്ചിട്ട് and I will remember the things of certain people, ആ ചെറിയ മീറ്റിംഗിൽ പോലും ആണെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയണമെന്ന് ഓർക്കും. and I will remember to tell even if it's a small meeting. പക്ഷേ പ്രസംഗിച്ചാരംഭിക്കുമ്പോൾ കരുണയിലും തേയിലും കിടന്ന് ഞാൻ കറങ്ങും. And if I start my preaching, I will keep on wonder in grace and mercy of God. അപ്പോഴാണ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ ദർശനം ഓർമ്മ വരും. And in between, I will remember of this പ്രിയ dream. ദൈവ പൈതലേ, Oh dear child of നീ God, യെരൂശലേം വിട്ട് എരികോവിലേക്ക് പോയി. if you are gone from Jerusalem to കള്ളന്മാർ Jericho, നിന്നെ അടിച്ച് മുറിവേൽപ്പിച്ചു. the thieves have smitten you and wounded you. നിന്റെ മനസ്സാക്ഷിയിൽ ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ടായി. There is a great deep wound in your നീ conscience. മരണദിനം കണ്ട് ഭയപ്പെടുന്നുണ്ടായിരിക്കും. You may be being afraid seeing your death day. ആരോടും തുറന്നു പറയാൻ കഴിയാത്ത അവസ്ഥയായിരിക്കാം. You could not share to anybody. ഇല്ല, ന്യായപ്രമാണത്തിന് നിന്നെ സഹായിക്കാൻ ഒക്കത്തില്ല. Yes, the law could not help you. ഒരു യാഗത്തിന് നിന്നെ സഹായിപ്പാൻ കഴിയത്തില്ല. No offering can help you. നിന്നെ സഹായിപ്പാൻ ശമരിയക്കാരന് കഴിയും. Only this Samaritan can help you. നിന്നെ സഹായിപ്പാൻ നല്ലവനായ ശമരിയക്കാരന് കഴിയും. Yes, only this good Samaritan can help you. ആ ശമരിയക്കാരൻ നിന്റെ മുറിവൊന്നും എണ്ണത്തില്ല. He will not count your wounds. നിന്റെ നഷ്ടങ്ങളൊന്നും എടുത്തു പറയത്തില്ല. He will not tell you lost things. നീ ഒരുപക്ഷെ പറഞ്ഞാലും അവൻ കേൾക്കാൻ നിൽക്കത്തുമില്ല. Even if you explain, he will not stand to listen it. അവൻ കരുണയോട് നമ്മളെ സ്നേഹിക്കും. He will embrace you with compassionate hand. ചിലർക്ക് ഈ ദൈവവചനം കേട്ടാൽ വലിയ കുറ്റബോധം വരുന്നവരുണ്ട്. And some people have great confession here in the word of God. ദൈവവചനം കേട്ടാൽ നന്നായി ഉറങ്ങും. ഇവിടെ തന്നെ പലരും തച്ചിനിരുന്ന് ഉറങ്ങുന്നവരെ ഞാൻ കണ്ടു. And some people will have a great sleep. Many are often sleeping here. ജീവിതം ഒരു മെനക്കേടാണ്, നരകത്തിൽ പോകും. ശ്രദ്ധയിൽ വെച്ചാട്ട്. And if you don't take care, you will go to hell. ഒന്നും എല്ലാം നമുക്ക് ഉള്ളത് കൊണ്ടേ ഉറക്കം മാത്രമാണ് ഇപ്പൊ ഇല്ലാത്തത്. And if we have all, we doesn't have sleep now. അതെ, കഴിക്കാനും കുടിക്കാനും ഒക്കെ ഒരുപാടുണ്ടല്ലോ. We have much to eat and drink. ഇനിയിപ്പോ ഇത് കഴിഞ്ഞാലും സ്റ്റാൻഡേർഡ് ഫുഡ് കിട്ടുമല്ലോ. And even if this meeting finish, you will get standard food. വീട്ടിൽ ഉറക്കം കെട്ടവർ ഉറങ്ങിക്കാട്ടെ, അത് നല്ലതാണ്. And if you doesn't have sleep at your home, you can sleep here. ദൈവസന്നിധിയിൽ ഉറങ്ങിയ ഓരോ നിമിഷവും നിത്യതയിലെ നരകത്തിലെ 1000 വർഷം വീതം ആകും. ഓർമ്മയിലൊന്ന് വെച്ചോണം. But you should remember that if you sleep here, these seconds will count as 1000 years in hellfire. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to നമ്മൾ God. എങ്ങനെ മുറിവേറ്റ മനുഷ്യനാണ്. How we were wounded. നമ്മൾ ദൈവത്തോട് പോയി പറയുക. We are going and telling our Lord. മനുഷ്യർക്കൊന്നും നമ്മളെ സഹായിക്കാൻ ഒക്കത്തില്ല സഹോദരങ്ങളെ. People cannot help us. മനുഷ്യൻ സഹായിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. There is a limit for the help of മനുഷ്യൻ man. കേൾക്കുന്നതിന് ഒരു പരിധിയുണ്ട്. There is a limit for people to hear. മനുഷ്യൻ അനുകമ്പ കാട്ടുന്നതിന് ഒരു പരിധിയുണ്ട്. There is a limit for the compassionate hand of man. അതിനപ്പുറത്ത് ഒരിക്കലും സാധ്യമല്ല. And beyond that, it's not possible. ഞാൻ പറഞ്ഞല്ലോ, ക്യാപ്റ്റനായ അലക്സാണ്ടർ എന്താ ചെയ്യുന്നത്? Yes, I have told that what the Captain Alexander is doing. ഭയങ്കര മുറിവേച്ചവനോട് എന്തു പറയും? And if one soldier is being wounded, വൈദ്യന്മാർക്ക് നിന്നെ സുഖപ്പെടുത്താൻ ഒക്കത്തില്ലല്ലോ. beloved friend, this physician could not heal you. നിന്റെ ജീവിതം നിനക്ക് വേദനയാണല്ലോ. This life is burden for you. നിന്റെ ജീവിതം സഹപ്രവർത്തകർക്ക് ബുദ്ധിമുട്ടാണല്ലോ. This life is burdensome for your അതുകൊണ്ട് co-workers. നീ ധൈര്യമായി മരിച്ചാട്ടെ. So you die boldly. അങ്ങനെ ഒരു സൈനാധിപനല്ല നമ്മുടേത്. Our captain of host is not
not നമ്മുടെ likewise. സൈനാധിപൻ അവസാനം വരെ കാക്കുന്നവനാണ്. Yes, our captain of hosts is leading us till the end. ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉത്തരവാദിത്തമുള്ളവനാണ്. He is a responsible captain of hosts in each and every one of your life. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. ഏറ്റവും ചെറിയ കാര്യത്തിലും ദൈവത്തിന് ഉത്തരവാദിത്തമുള്ളവനാണ്. In a tiny matter, even our Lord is responsible. എങ്ങനെ മുറിവേച്ചിരിക്കുന്നു? Yes, how you are being wounded. എങ്ങനെയാണ് നാം മുറിവേച്ചിരിക്കുന്നത്? How you are being wounded. യുദ്ധത്തിലുണ്ടായ മുറിവാണോ? It is being wounded by നമുക്ക് warfare. കർത്താവിനോട് പറയാം, You can tell it to the Lord. യുദ്ധത്തിൽ എനിക്ക് മുറിവേച്ചിരിക്കുന്നു. Yes, Lord, I am being wounded in the warfare. പിന്മാറ്റത്തിൽ എനിക്ക് മുറിവേച്ചിരിക്കുന്നു. Oh Lord, I am being wounded by backslid and ഞാൻ mistakes. യെരൂശലേം വിട്ട് ദൂരെയായി പോയി. I am being far away from Jerusalem. എനിക്ക് മടങ്ങി വരാൻ ഒക്കുന്നില്ല. It's difficult for me to come back. എനിക്കൊരു കാര്യം അറിയാം, Yes, I know one thing. നീ ഒരു നല്ല ശമരിയനാണ്. You are a good Samaritan. നീ ഒരു നല്ല ശമരിയനാണ്. Oh, you are a good Samaritan. നിനക്ക് എന്നെ സഹായിക്കാൻ കഴിയും. You can surely help me. എത്ര പേര് ഏറ്റു പറയുന്നു? How many can confess the ഇന്ന് same? രാത്രി ആ ശമരിയൻ ഈ പന്തലിലുണ്ട്. Yes, that good Samaritan is in our midst tonight. അവൻ നിന്റെ മുറിവുകളൊക്കെയും കെട്ടിത്തരട്ടെ. He will surely bind all your wounds. അടുത്തതായി വരുന്ന മുറിവുകൾ Next wound, കാവൽക്കാർ വരുത്തുന്ന മുറിവുകളാണ്. it is because of the watchman. കാവൽക്കാർ ചിലപ്പോൾ നമുക്ക് നല്ല മുറിവ് വരുത്താറുണ്ട്. This watchman sometimes may wound us. ഉത്തമഗീത പുസ്തകം 5-ാം അധ്യായം When we come to Song of Solomon, chapter 5, 7-ാം വാക്യത്തിൽ വരുമ്പോൾ when we reach verse 7, അവിടെ പറയുകയാണ്, there it's written, കാവൽക്കാർ വരുത്തിയ മുറിവാണ്. the watchman that wounded me. എന്ന് വായിച്ചു. നഗരത്തിൽ ചുറ്റി സഞ്ചരിക്കുന്ന കാവൽക്കാർ എന്നെ കണ്ടു, അവർ എന്നെ അടിച്ചു മുറിവേൽപ്പിച്ചു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. അപ്പൊ കാവൽക്കാരുടെ അടിയേച്ച് മുറിവേൽക്കുമോ? So, are you being wounded by watchmen? ചിലപ്പോ കാവൽക്കാർ നമ്മളെ അടിച്ച് നല്ല മുറിവ് കിട്ടിയെന്നൊക്കെ വരും. Sometimes these watchmen will smite us and we will be wounded. ചില കാവൽക്കാർ നല്ല അടിയടിക്കും. Some watchmen will smite us very hard. ചിലർക്ക് മുറിവ് ഏൽക്കും. And some people might have been wounded. എനിക്കിതിന്റെ ആഴം എന്താണെന്ന് അറിയാൻ ബുദ്ധിമുട്ടായിരുന്നു. I didn't know the depth of this thing. അടുത്ത സമയത്ത് ഈ മുറിവേറ്റ ഒരാളെ ഞാൻ കണ്ടു. And I saw a wounded particular person recently. അമേരിക്കയിൽ നിന്ന് അവധിക്ക് വന്നതാണ്. And he came from States for vacation. കണ്ട ഒരു കാവൽക്കാരനെ അടിച്ചതിന്റെ കാര്യം എന്നോട് പറയുകയാണ്. And he was explaining that a thing which is a watchman has wounded him before. എനിക്ക് വലിയ അത്ഭുതം തോന്നി. I was surprised. പാസ്റ്റപ്പച്ച ഇന്ന പാസ്റ്റ് എന്നെ അടിച്ചു, എന്നോട് ആ വാക്ക് പറഞ്ഞു, ഇപ്പോഴും ആ മുറിവ് കരിഞ്ഞിട്ടില്ല. And he is telling Pastor, one Pastor Pachan has smote me and till now that wound is in my heart. ഞാൻ പിന്നെ വിശ്വാസം വീട്ടിന്ന് ഭക്ഷണം കഴിക്കോ വെള്ളം കുടിക്കോ ചെയ്തിട്ടില്ല. വർഷം 18ഓളമായി. And before 18 years it has happened. Till now I doesn't eat or drink from Faith Home. അപ്പോഴാണ് ഈ വാക്യം എനിക്ക് പിടികിട്ടിയത്. At that particular time, this particular verse I reminded. കാവൽക്കാർ നമ്മളെ അടിച്ചെന്ന് വരും. So sometime this watchman will smite us. ആ അടിയുടെ മുറിവേറ്റവർ ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? Is there anybody here has been smitten by watchmen? ഇപ്പോഴത്തെ കാവൽക്കാരൊന്നും വലിയ അടിയൊന്നും അടിക്കാറില്ല. And these present leaders or watchmen shall not smite us. പാസ്റ്റർമാരൊക്കെ പോലും മോനെ മോളെ എന്നൊക്കെ പിടിച്ചാ നിർത്തിയിരിക്കുന്നു. And many pastors has been calling son, daughter, like your son, keeping the അല്ലെങ്കിൽ people. അവൻ വിട്ട് നേരെ സൈക്കിളെ വിട്ട് കുവൈറ്റിൽ പോയി കളയും. And if it's not so, he will go by bicycle to Kuwait. പഴയ കാലത്ത് അങ്ങനെയല്ലല്ലോ. And in the earlier times it was not so. നല്ല അടിയടിക്കും. This watchman will smite hard. പഴയ കാലത്തെ വിശുദ്ധന്മാർ ചുട്ട അടി തരും. And our older saints will give heartbeat. എനിക്ക് ഒട്ടും ഓർമ്മയുണ്ടായിരുന്നില്ല ഫെയ്ത്തോമി വരുമ്പോ. And when I came to Faith Home, I was not in a good knowledge. എന്ത് പറഞ്ഞാലും മറന്നുപോകും. And whatever they tell, I will forget. പക്ഷെ ആ മറവി മാറ്റി തന്നത് ബഹുമാനപ്പെട്ട സക്കരിയാപ്പച്ചന്. And that forgetfulness, it has been removed by Pastor Zachariah. എങ്ങനെ മാറ്റിയെന്നറിയാമോ? And how he has removed that. ഞാൻ ചെങ്ങന്നൂർ ഫെയ്ത്തോമിന്ന് ഒരു തലണ എടുത്ത് തിരുവല്ല ഫെയ്ത്തോം വരെ നടന്നുപോയി. And I has taken a pillow from the Faith Home in Chenganu and has walked till Tiruvalla. എന്തൊരു കഷ്ടമാണെന്ന് നോക്കിക്കോണം. And what all difficulties.
സക്കറിയാപ്പച്ചന് എന്ത് പറഞ്ഞാലും ഞാനങ്ങ് മറന്നുപോകും. Whatever he tell, I will forget. അദ്ദേഹം അതെല്ലാം ഓർമ്മയിൽ കൂട്ടി വെച്ചു. And he has been reminding all such അന്ന് things. മരിച്ചുപോയ കൊച്ചപ്പച്ചനുണ്ട്, And assistant pastor was there. മരിച്ചുപോയ സിസ്റ്റർ കുഞ്ഞമ്മനുണ്ട്, And late sister Kunyamma woman was മരിച്ചുപോയ there. സെൻട്രലിലെ അമ്മച്ചിയുണ്ട്. Our late Ammachi was പിന്നെ അന്ന് there. വാഹനം ഓടിക്കുന്ന ഒരു ബ്രദർ തങ്കച്ചനുണ്ട്. And the driver, brother Thangachan, was there. ചെങ്ങന്നൂർ ഫെയ്ത്തോമിലേക്ക് വന്നതാണ്. When we came to Chenganu Faithom. പാപ്പച്ചൻ പറഞ്ഞു ഒരു തലേണ എടുത്തോണ്ട് വാ. And he told to take one pillow. തലേണ മേടിച്ചോണ്ട് വന്നാ പറഞ്ഞു. And he to buy one pillow. നമ്മളവിടെ ചെന്ന് തലേണയൊക്കെ ചോദിച്ച് ചെല്ലാൻ പോകുമൊക്കെ പൂരിപ്പിച്ച് അതിന്റെ കവറും ഒക്കെ ഇട്ട് വരുമ്പോ സമയം ഒത്തിരിയായി. And if he asks for a pillow, and if he takes shell and foam and all, it will take great time. അപ്പൊ ഞാൻ അതിബുദ്ധി കാണിച്ചു, വണ്ടിയിലെ തലേണ എടുത്തോണ്ട് കൊടുക്കും. And I have taken the pillow from the car. അപ്പച്ചൻ ആ തലേണ 2 മിനിറ്റ് കിടന്നപ്പം നമുക്ക് തിരിച്ചു പോകാന്ന് പറഞ്ഞു. ഇതിനാണെന്നൊന്നും ഞാൻ അറിയുന്നില്ല. And Apachan had laid his hands only 2 minutes, and he told, let us go back. വണ്ടിയെ കയറി കുറെ ദൂരം പോയി. Let us go back, and we were gone very far. പുറകിലേക്ക് ചാരി. And when we are gone, when he has looked back, എന്നോട് ചിന്തയടാ തലേണ, where is that pillow? ഞാൻ പറഞ്ഞു മറന്നുപോയി. I told, I forget. മറന്നുപോയവനെ എങ്ങനെയാടാ വിശ്വാസം വിട്ടി നിർത്തുന്നത്? If you have forgot, how can I keep you in the faith home? മറന്നുപോകുന്ന നിന്റെ കൂടെ എങ്ങനെയാടാ സിസ്റ്റേഴ്സിനെ അയക്കുന്നത്? If you are forget, how I can keep sisters with you? മറന്നുപോകുന്ന നിന്നെ എങ്ങനെയാടാ ഈ ജനത്തെ ഏൽപ്പിക്കുന്നത്? If you are a forgetful person, how I can give people to your hands? ഫാസ്റ്റ് ബെന്നി വണ്ടി നിർത്തേന്ന് പറഞ്ഞു. Pastor Benny, please stop the car. ബെന്നിയപ്പച്ചൻ പാവാണ്. And Pastor Benny Apachan അപ്പച്ചൻ പറഞ്ഞ അച്ഛാ എന്നൊക്കെ പറഞ്ഞു തുടങ്ങി. and he told Apachan, കൊച്ചു പയ്യനല്ലേ, he is a small ലാസ്റ്റ് lad. ബെന്നി വണ്ടി നിർത്തേന്ന് പറഞ്ഞു. Pastor Benny, please stop the car. അപ്പൊ വണ്ടി നിർത്തി. He stopped the car. പ്രാവുംകൂടിന്റെ അടുത്ത് വെച്ചാണ്. It was in near Pravingur. എന്നെ പിടിച്ച് പുറത്തോട്ടിറക്കി. He taken me and ഡോർ sent me വലിച്ച് outside. ഒറ്റയടെ അടച്ചു. He closed the door. അപ്പച്ചൻ വണ്ടി വിട്ടങ്ങ് പോയി. And Apachan left. എന്ത് ചെയ്യാൻ? What I shall do? ഞാനോർത്ത് ഇതൊക്കെ എന്തൊരു സിയോനടാ, I thought, what all sign is this? ഇതെന്തൊരു പരിപാടി, What all things is this? എന്തോ ചെയ്യാനൊക്കെ 10 പൈസയില്ല, കയ്യിലൊന്നും പൈസയൊന്നും വെക്കാൻ ഒക്കെയല്ല. And we cannot keep any penny, any money in our ഞാൻ hands. അവിടെ നിന്ന് നടന്നു ചെങ്ങന്നൂർ ഫെയ്ത്തോമിയുണ്ട്. And I returned and walked till Chenganu Faithom. അന്ന് തിരുവനന്തപുരത്തിരിക്കുന്ന ബാബുവച്ചാനാണ് അവിടുത്തെ ആള്. And he was Pastor Babu. Apachan was in Chenganu എന്നാൽ അച്ഛൻ Faithom. എനിക്ക് 2 രൂപ തരണ്ടേ, അത് തന്നില്ല. And Apachan doesn't give me little money. എന്നെ ചൂടാക്കി, ഞാൻ ചെയ്യാമോ? And he has also ഇതാണോ told me. സുവിശേഷ വേല? And is this gospel work? ആ തലയിണക്കി ഇറക്കി വിടാമോ? And if a pillow is forget, why Apachan has done? Glory be to God. ഞാൻ പിന്നെ ഈ തലേണയും പൊതിഞ്ഞു കെട്ടി മനോരമ പേപ്പറിലെ തലേണയും പൊതിഞ്ഞു റോഡിൽ കൂടെ പോന്ന് പറഞ്ഞ മനുഷ്യൻ എന്തോ ചിന്തിക്കും. And I have taken this pillow in the Manorama paper. I was walking along the road. ഞാൻ നടന്ന് അണച്ച് സെൻട്രൽ വൈത്തോമിച്ചു. And I have walked and reached the center അപ്പൊ faith. ബെന്യപ്പച്ചന്റെ അടുത്ത റൂള് പാസ്റ്റപ്പച്ചനോട് പോയി ക്ഷമ ചോദിക്കണം. And Pastor Benny Apachan told, you have to go to center pastor and to ask pardon. ഞാൻ ചോദിച്ചു അതെന്തിനാണ്? And I asked why. അങ്ങനെ ചെയ്യരുത്, പാസ്റ്റപ്പച്ചനോട് പോയി മുൻകാലെ തൊട്ട് ക്ഷമ ചോദിക്കും. And Benny Apachan told, you have to go and ask forgiveness. ഞാൻ പറഞ്ഞ അപ്പച്ചോ അതിനുള്ള കൃപയും സാക്ഷ്യതയൊന്നും എനിക്കില്ല. And I told Apacha, it doesn't have such grace. ഞാനേ പരിപാടി നിർത്തി അങ്ങ് പോവുക. And I'll stop and I'll go. അപ്പച്ചൻ എന്റെ കൈയുടെ കൂടെ ഒരു പിടി പിടിച്ചു. And Apachan has hold my hand. അഹങ്കാരം പറയുന്നോടാദ്യം, You should not speak like this. വായുടെ എന്ന് പറഞ്ഞു പിടിച്ചോണ്ട് You come here. തലേണെ അവിടെ വെപ്പിച്ചിട്ട് സക്കറിയാപ്പച്ചന്റെ കാലെ തൊട്ട് എന്നെ കൊണ്ട് ക്ഷമ ചോദിക്കും. And he has kept the pillow there. And I went to Pastor Zachariah Apachan and I asked him pardon. അപ്പച്ചൻ ചാടി എഴുന്നേച്ചു. Apachan got up. അപ്പച്ചൻ എന്നെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. Apachan has embraced me. ദൈവം നിന്നെ വിളിച്ചോ ഇല്ലയോ എന്ന് അറിയാനാണ് ഞാൻ ചെയ്തത്. And I had done this to know that whether God has called you or not. ചിലപ്പോൾ കാവൽക്കാർ നമ്മളെ അടിച്ചെന്നു. Yes, certain times these watchmen will smite us. വലിയ സത്യം ഞങ്ങൾ നിങ്ങളോട് പറയട്ടെ. Yes, we are sharing a great truth. ഇന്ന് ഞങ്ങളുടെ സകല മാന്യതയുടെയും ആത്മീയതയുടെയും പിന്നിൽ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ശിക്ഷണവും ശാസനയുമാണ്.